ഉപ്പുമുളക് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉപ്പുമുളക് തുടങ്ങിയപ്പോൾ തന്നെ വളരെ ഗംഭീരമായി, നല്ല അഭിപ്രായമാണ് എല്ലാവരും. ഇപ്പോൾ ആ സീസൺ 1ൻ്റെ ഒരു എനർജി സീസൺ 3ക്ക് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഒപ്പം എഴുത്തോലയും പിന്നെ ബിഗ് വൻ റിലീസായിരിക്കണു. ഞങ്ങളന്ന് UK ചെയ്ത മൂവി. പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു ഹാപ്പിയാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ പ്രൊജക്റ്റുകൾ കയ്യിൽ വന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും അല്ലേ? അതെ അതെ. അതിനിടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അമ്മ ക്യാരക്ടർ പല ടൈപ്പ് അമ്മകളാണല്ലോ. ഇപ്പോൾ ഞാൻ പാലും പഴവും എന്നും പറഞ്ഞ് മീര ജാസ്മിൻ്റെ ഒരു പടം ഇപ്പോൾ ചെയ്തു, VKP സാറിൻ്റെ. അത് ഇതൊന്നുമല്ല, വേറൊരമ്മയാണ്. നമ്മൾ ഒരു 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 അമ്മമാരെ മക്കൾ പറ്റിക്കില്ലേ, അങ്ങനത്തെ അമ്മമാർ, അങ്ങനത്തെ ഒരു അമ്മ ക്യാരക്ടറിനെ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ എന്നെ പറ്റിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. ഇതിലൊക്കെ അങ്ങനെയാണ് അല്ലേ, പറ്റിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് അങ്ങനത്തെ അല്ല, അത് വേറൊരു അമ്മ, വേറെ തിരിച്ചൊരു ഇത്. അത് തന്നെ. ഇതിപ്പോൾ മക്കൾ അങ്ങനെ അമ്മമാർ ചില മക്കൾ എന്ത് പറഞ്ഞാലും അമ്മമാർ വിശ്വസിക്കും. അങ്ങനത്തെ ഒരു അമ്മ നല്ല രസമുണ്ടാകും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇല്ല, ചില മക്കൾ എന്ത് പറഞ്ഞാലും അമ്മമാർ വിശ്വസിക്കില്ലേ, അത് തന്നെ ഞാൻ പറഞ്ഞത്. ചില ഇപ്പോൾ ഞാൻ അമ്മയാണ്, ഇയാൾ വന്ന് എന്നോട്, ഇയാൾ എൻ്റെ മോളാണ്, ഇയാൾ എന്നോട് ഒരു കാര്യം പറയണോ, ഞാനത് വിശ്വസിക്കും. എന്ത് പറഞ്ഞാലും ആണോ അവൻ വലിയ സംഭവം, മക്കൾ പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് നമുക്ക്. അങ്ങനത്തെ അതെ അതെ, അങ്ങനത്തെ ഒരു കഥാപാത്രം രസമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇപ്പം മീര ജാസ്മിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടിയാണ്. ഇപ്പം തിരിച്ചു വന്ന് കുറേ സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ എന്താണ് ഏറ്റവും സ്പെഷ്യാലിറ്റി? പാലുംപഴം എന്ന് പറഞ്ഞ സിനിമയിൽ മീരയുടെ അമ്മയായിട്ടല്ല ഞാൻ, ഇതിനകത്ത് നായകൻ്റെ അമ്മയായിട്ടാണ്. ഒരുമിച്ച് കോമ്പിനേഷൻ സീനുകൾ ഉണ്ട് 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 ഉണ്ട്. വളരെ ഭയങ്കര നല്ല ഒരു പാവം കേട്ടോ മീര. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാണ്. വളരെ നന്നായി നമ്മളോട് എപ്പോഴും ബിഹേവ് ചെയ്യുന്ന, എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. മീര ജാസ്മിൻ വളരെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, മിണ്ടുവോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് ആദ്യം തന്നെ ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ആകെ സന്തോഷമായി, മിണ്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഷൂട്ടിങ് തീരുന്നിടം വരെ വളരെ രസമായിരുന്നു. അപ്പോൾ ഇനി എഴുത്തോല കാണണോ, അല്ലെങ്കിൽ എഴുത്തോലയെ പറ്റി കൂടുതൽ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എഴുത്തോല എല്ലാവരും കാണണം. കാരണം ഞങ്ങൾ ഉപ്പുമുളകിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എഴുത്തോല. നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു മൂവിയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വേറെ ജോണറാണിത്. അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് പോലത്തെ കാണാതെ വേറൊരു ജോണർ വരുമ്പോൾ അതും കാണണം എന്നുള്ളൊരു അഭിപ്രായം കൊണ്ട് പറയുകയാണ്. എല്ലാവരും ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതിനകത്ത് ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് എല്ലാവരും വേറൊരു കാലഘട്ടത്തിൻ്റെ ഇതാണല്ലോ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതിൽ ആ ഗ്രാമം ഭയങ്കര രസമാണ്. അത് ക്യാമറ വർക്ക് ഒരു പ്രത്യേകം ഭംഗിയാണ് അതിനകത്ത്. നമ്മൾ ചാലക്കുടി, ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ പോണത് ആ ഒരു കാലഘട്ടത്തിലാണ്. അവിടെ അന്ന് അത് ഷൂട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര ഭംഗിയായിരുന്നു. അതിന് ഫോട്ടോസ് പോലും നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു.